അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയാണ് എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് ചർച്ച ചെയ്യണത്. റസൂല്, നബി അല്ലേ? ഇനി അമ്പിയാക്കളുടെ കാറ്റഗറിയാണ് ശരിക്കും പറയാനുള്ളത്. എത്ര അമ്പിയാക്കളുണ്ട് മൊത്തത്തില്? നമ്മളിപ്പോ ആ വിശ്വാസപരമായിട്ട് പറയുമ്പോഴേ എത്ര നബിമാരെന്ന എണ്ണത്തിൽ വന്ന് 1,24,000 പരം ഉണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ പ്രബലമായി വന്ന ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കർമ്മപരമായി പിന്നെ പല കിതാബുകളിലും പറഞ്ഞത് 2,00,000 എന്നും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് സദികണ്ടോ ഏറ്റവും നല്ലത് ആമൻതു ബി ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ എന്ന് പറയലാണ് എന്നാണ് അഖീദയുടെ പണ്ഡിതന്മാര് അടിവരയിട്ട് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ കർമ്മശാസ്ത്രമായി ചർച്ച ചെയ്യണോണ്ടാണ് ഒരു ഹദീസും ഭാഗം പറഞ്ഞു പോണ്. നമുക്ക് അതിനൊരു കണ്ടന്റ് കിട്ടണല്ലോ, പ്രധാനം കിട്ടണല്ലോ. അപ്പൊ ഇനി ഇവിടെ പറയേണ്ട 1,24,000 അമ്പിയാക്കളുണ്ട്. ശരിയാണ്, അങ്ങനെ ഹദീസും ഉണ്ട് കേട്ടോ. മറ്റൊരു 2,00,000 അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കൂടി സമ്മേളിച്ച് വിശ്വാസപരമായി എല്ലാ അള്ളാഹു അയച്ച മുഴുവൻ അംബിയ മുർസലുകളെ കൊണ്ടും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അറിയില്ല, ഈ മകാരത്തിൽ നിന്നുള്ളതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ രണ്ടാമത്തെ എന്താ? മലക്കുകളിൽ വിശ്വസിക്കുക, പിന്നെ കിതാബുകളിൽ വിശ്വസിക്കുക, 4 മുർസലുകളിൽ വിശ്വസിക്കുക എന്നാണ്. ആ 4ാമത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി നബി എന്ന് പറഞ്ഞാൽ ആരാണ്? നബി എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു തആല വഹ്യ് അറിയിച്ചു കൊടുക്കുകയും പിന്നെ ആ വഹിയിന് പര്യാപ്തനായ ഒരു പുരുഷനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോ നബി പുരുഷനായിരിക്കണം. റജുലുൻ ദക്കറുൻ ഹുർറുൻ ഊഹിയ ഇലൈഹി ബിശറഇൻ എന്നാണ്. പുരുഷനായിരിക്കണം, ഒരൊറ്റ പെണ്ണും നബി ആയിട്ടില്ല എന്നാണ്. പുരുഷനായിരിക്കണം, സ്വതന്ത്രനുമായിരിക്കും, ഒരടിമയും നബിയായി വന്നിട്ടില്ല. എനിക്ക് ഒരുപാട് വിശദീകരണം പറയാനുള്ളത്, സമയമില്ല കേട്ടോ. പിന്നെ എന്തുകൊണ്ട് വെച്ചാലേ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ഓടാനും പോകാനും പ്രവാചകന്മാരുടെ ദൗത്യം വലുതാണ്, ചെറുതല്ല. അത് നിർവഹിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയില്ല എന്നാണ്. പുരുഷനെ പറ്റൂ എന്നാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തൊക്കെ വാങ്ങാൻ പോയി അവിടെ ഉണ്ടായ സംഭവം പെണ്ണൊക്കെ അറ്റാക്കായി മരിച്ചിട്ടുണ്ടാവും, ബാക്കി ഉണ്ടാവോ? കാരണം പെണ്ണുകൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പിടിച്ചിക്കാൻ കഴിയുമല്ലോ. അങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. ആയിക്കോട്ടെ. പിന്നെ അപ്പോ ഇനി റസൂല് എന്ന് പറഞ്ഞ ആരാണ്? ഈ പറഞ്ഞ ക്വാളിറ്റിയോടൊപ്പം അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ കൽപ്പന വന്നാൽ നബിമാര് മുർസലുകളായി മാറിയുന്ന. അപ്പൊ നബിമാര് ആദ്യത്തെ ക്വാളിറ്റി, അതിന്റെ മേലുള്ള ക്വാളിറ്റിയാണ് മുർസലുകൾ എന്ന് പറയുന്നത്. 313 മുർസലുകൾ ഉണ്ട്. 315 അല്ലേ? 15 പറഞ്ഞ അതാണ് പറഞ്ഞത്. റസൂലുള്ളാഹി റസൂൽ വറസൂലു അവിടെ എടുത്ത് മിനൽ ബശരി ദക്കറുൻ ഹുർറുൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വഉമിറ ബിതബ്ലീഗിഹി. റസൂൽ എന്ന് പറഞ്ഞാൽ മിനൽ ബശർ, മനുഷ്യന്മാരിൽപ്പെട്ടവരായിരിക്കും. ഒക്കെ മനുഷ്യന്മാരാണ് കേട്ടോ. ദക്കറുൻ പുരുഷനുമായിരിക്കണം, ഹുർറുൻ സ്വതന്ത്രനുമാണ്, ഊഹിയ ഇലൈഹി ബിശറഇൻ ഒരു ശരീഅത്ത് കൊണ്ട് അവരിലേക്ക് സന്ദേശം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ ആചാര്യക്ക് നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മളെ മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അവിടെ കണ്ടില്ല? ലികാഫത്തി സകലൈനി അൽ ജിന്നി വൽ ഇൻസി ഇജ്മാൻ വകദൽ മലായികത്തി അലാമാ ഖാലു ജമു മുഹഖിഖൂന വ മുഹമ്മദുൻ അലമുൻ മൻഖൂലു മിൻ ഇസ്മി മഫൂൽ മുളഅഫി മൗദൂഉ ലിമൻ കത്റത്ത് ഖിസാലുൽ ഹമീദ സുമ്മിയ ബിഹി നബിയനാ നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇൽഹാമിൻ മിനല്ലാഹി ലിജദ്ദിഹി. കണ്ടില്ലേ?
ഒരു ശരീഅത്ത് കൊണ്ട് കൽപ്പിക്കണം. അപ്പൊ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത്, മൂസ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത്, അങ്ങനെ ഓരോ ശരീഅത്തുകൾ ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും. അങ്ങനെ 1,24,000 അമ്പിയാക്കൾ വന്നപ്പോ അവർക്കൊക്കെ ശരീഅത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അത് തബ്ലീഗ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഇൻഷാല്ലാഹ് പറയാം കേട്ടോ. അതിനെ കൽപ്പിക്കാൻ, പിന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ റസൂലായി മാറി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പുരുഷനാണ്, സ്വതന്ത്രനാണ്, പിന്നെ അതോടുകൂടി ശരീഅത്തോട് കൽപ്പിക്കപ്പെട്ടവരാ. മാത്രമല്ല തബ്ലീഗ് ചെയ്യാനും കൂടി ഉണ്ട്. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുർസലാണ്. അവരുടെ കൂടെ വന്ന ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ ഇക്കിങ്ങനെ സംസാരത്തിൽ ചെറിയൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് എന്റെ അഖി ഹാറൂൻ എന്റെ കാര്യത്തിൽ ഒന്ന് പങ്കാളിയാവാൻ ഒന്ന് ആയിക്കോട്ടെ എന്നാ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനും കൊടുത്തു എന്നാണ്. അപ്പൊ ഹാറൂൻ നബി അലൈഹി സ്വലാം നല്ല വാചാലായി പ്രഭാഷണം നടത്തുമായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തിന് കിട്ടുന്ന സന്ദേശമൊക്കെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ. അങ്ങനെയുള്ളോ ആയിക്കോട്ടെ. അപ്പോ ഇങ്ങനെ ഉണ്ടാവും, പ്രവാചകന്മാരിൽ നിന്ന് പ്രത്യേകമായിട്ട് അത് സന്ദേശം എല്ലാവർക്കും കൈമാറാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അതാ റസൂല്. അപ്പോ പിന്നെ പ്രത്യേകമായ കിതാബ് വന്നോളന്നില്ല. അതായത് ഓരോ മുർസലിനും കിതാബിനെ 315 കിതാബ് കണ്ടിരുന്നില്ലേ? അതില്ലല്ലോ. ആകെ 4 കിതാബും 100 ഏടുകളുമാണ് ഇറക്കിയിട്ടുള്ളൂ. അത് മദീനാണ്. ആ കിതാബിനെ എന്ത് ചെയ്യാൻ വേണ്ടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അറിവ് കിട്ടിയാലും മദീൻ. ഉണ്ടോ മുമ്പത്തതിനെ മാറ്റിമറിക്കാം. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിനെ പുതുക്കിയിട്ടാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് വന്നത്. ആ ശരീഅത്തിന് ശേഷം പിന്നെ മറ്റേ ശരീഅത്തിൽ നിൽക്കാൻ പാടില്ല. ഇതിനെല്ലാ ശരീഅത്തിനെയും ഒഴിവാക്കിയിട്ടാണ് നമ്മളെ ശരീഅത്ത് വന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ പിന്നെ ഒരു മുമ്പുള്ള ഒന്നും നടക്കില്ല, എല്ലാം ഇതിലങ്ങോട്ട് അലിഞ്ഞു ചേർന്നു പോയി. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ മനസ്സിലാക്കേണ്ടത്, ചില റസൂലിന്റെ കാലത്ത് തന്നെ മറ്റു റസൂല് വന്നിട്ടുണ്ട്. ആ റസൂലിന് വന്ന കിതാബ് തന്നെ പിന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഏൽപ്പിച്ചിരിക്കുന്നത് മദീൻ യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിനെ വ്യാപിപ്പിക്കാൻ ഒന്നുകൂടി കൊടുത്ത ആളാണ് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. അറിയില്ലേ? നമ്മളാ അൽക്കപ്പൊക്കെ പറയണില്ലേ? കാല മൂസാലി ഫത്താഹു അല്ലെ? കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നാണ് കേട്ടോ. ഇനി തബ്ലീഗിന് പ്രത്യേക സന്ദേശമില്ല. നിങ്ങൾ നബിയാണ്, പ്രവാചകനാണെന്ന് അറിയിപ്പൊക്കെ കിട്ടി. നിങ്ങളെ പിന്നെ ഇന്ന ആളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാ ഏൽപ്പിച്ചത് വെക്കുക. എന്നാൽ നബിയാണ്. അപ്പോ നബിക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റിയേക്കാൾ ഉയർന്ന ക്വാളിറ്റിയാണ് ആർക്കുള്ളത്? റസൂലിന് ഉള്ളത്. അതുകൊണ്ട് ഇനി പറഞ്ഞ റസൂൽ അവിതർക്കിതമാണ്. നബിയേക്കാളും ശ്രേഷ്ഠവാന്മാരാണ് ആര്? മുർസലുകൾ. ഇനി അതിന്റെ മീതുണ്ട് മുർസലുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായവർ മുർസലുകളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യപ്പെട്ടവരുണ്ട് അല്ലേ? പിന്നെ വിശുദ്ധ ഖുർആനിൽ എണ്ണി പറഞ്ഞ 25 നബിമാരുണ്ട്. അവരിൽ നിന്ന് തന്നെ ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞ പ്രത്യേകമായ ഹിമ്മത്തുடைய 5 പേരുണ്ട്. ആ ഹിമ്മത്തുடைய 5 പേരിൽ ഏറ്റവും പ്രഗത്ഭരായ ആളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതൊക്കെ ഒരതാ വിശ്വാസം വിഷയമായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. പോട്ടെ. ഈ ഹദീസ് അംബിയാക്കളുടെ എണ്ണം 1,24,000 ഉണ്ട് എന്ന് സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോ അതിന്റെ അപ്പുറമില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മനസ്സിലാക്കണം. നമ്മൾ അർത്ഥം പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. 1,24,000 നബിമാരുണ്ട് എന്ന് ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അതിന് ശേഷം വന്ന ഹദീസ് സ്വഹീഹായിട്ട് വന്നോളൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പുറമില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന്റെ കിതാബുകളും കൂടി വരുമ്പോഴേ മനസ്സിലാവുന്നത്.
ഖബറു അന്ന അദദർ റുസുലി മുർസലുകളുടെ എണ്ണം 315 പേരാ. 315 മുർസലുകളുണ്ട്. അപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂല് കൂടിയാണ്, റസൂലും കൂടിയാകുന്നു. വഅലാ ആലിഹി അവിടുത്തെ കുടുംബങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവും.